റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും അതുപോലെ അമേരിക്കയും ചേർന്ന് 28 ഇന പദ്ധതികൾ അടങ്ങുന്ന ഒരു കരാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇത് ഉടൻ നടപ്പാക്കണമെന്ന് ഉക്രൈനോട് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്ക ഉക്രൈനെ വഞ്ചിക്കുകയായിരുന്നോ എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് ഉക്രൈന് നേടിയെടുക്കാൻ സാധിച്ചത്? അമേരിക്കയുടെ ഈ കരാറിൽ എന്താണ് പരാമർശിക്കപ്പെടുന്നത്? കിഴക്കൻ ഡോൺബാസ് മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട തർക്കം ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രണ്ടാമത്തേത് സൈനിക നിയന്ത്രണമാണ്. സൈനികരുടെ എണ്ണം പകുതിയോളം കുറക്കണം, അതുപോലെ ആയുധങ്ങളും നിയന്ത്രിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഉക്രൈന്റെ സൈനികരെ പകുതിയായി ചുരുക്കണമെന്നാണ്. മാത്രമല്ല ആംസിൽ യുദ്ധ ഉപകരണങ്ങളിലും ഗണ്യമായ രൂപത്തിൽ കുറക്കണമെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, നാറ്റോയിൽ ചേരില്ല എന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇനി നാറ്റോയിൽ യുക്രൈന് അംഗത്വം ഉണ്ടാവുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. എന്തിനായിരുന്നു ഉക്രൈൻ വർഷങ്ങളോളം യുദ്ധം ചെയ്തു ഉക്രൈനിലെ ജനങ്ങളെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയത്, അവരുടെ സാമ്പത്തിക സ്ഥിതി ഇത്രമാത്രം തകർത്ത് കളഞ്ഞത്, അവരുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തകർത്ത് കളഞ്ഞത് എന്തിനാണ്? ഈ ചോദ്യം പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇവിടെ നേടിയിട്ടുണ്ട്. ആയുധം വിറ്റു, അതിലെ ലാഭം കൊയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പാശ്ചാത്യ സഖ്യകക്ഷികൾ പരിമിതമായ സുരക്ഷാ ഉറപ്പുകൾ നൽകും. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സുരക്ഷ പാശ്ചാത്യരിൽ നിന്നും ഉണ്ടാവുകയില്ല എന്ന്. നാറ്റോയിൽ ഒരിക്കലും അംഗത്വം ഉണ്ടാവുകയില്ല. അത് ഭരണഘടനാപരമായി തന്നെ എഴുതി ചേർക്കുകയാണ്. 50% സൈനികരുടെ എണ്ണം ചുരുക്കണം, സൈനികരുടെ എണ്ണം ഗണ്യമായി കുറക്കണം, പ്രധാനപ്പെട്ട ആയുധ വിഭാഗങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ആയുധങ്ങളൊന്നും ഉക്രൈൻ ഉപയോഗിക്കാൻ പാടില്ല, സൈനിക ശേഷി പോലും പരിമിതപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണ് ഈ കരാർ പോകുന്നത്. എന്നാൽ ഉക്രൈനുള്ള നേട്ടം റഷ്യയുടെ മരവിപ്പിച്ച $100 ബില്യൺ ഉക്രൈന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ തകർത്തതിന് ശേഷമാണല്ലോ പുനർനിർമ്മിക്കേണ്ട ആവശ്യമുണ്ടായത്. അത് ഉക്രൈന് കഴിമാറും എന്നതാണ്. യുദ്ധക്കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ള റഷ്യയുടെ നടപടികൾക്ക് റഷ്യയെ ഉത്തരവാദികളാക്കുന്നതിൽ നിന്ന് ഉക്രൈൻ പിന്മാറണം. റഷ്യയുടെ യുദ്ധ കുറ്റകൃത്യങ്ങളെല്ലാം പിൻവലിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് ഉക്രൈൻ ഈ നിലപാടുകളോട് പ്രതികരിച്ചത്? ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനത്തോട് എങ്ങനെയാണ് ഉക്രൈൻ പ്രതികരിച്ചത്? പരമാധികാരമുള്ള ഭൂമി വിട്ടുകൊടുക്കുക എന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. കീഴടങ്ങലായിട്ടാണ് ഇതിനെ ലോകം വിലയിരുത്തുന്നത്. ഒരു സംശയവുമില്ല. റഷ്യ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നു. അതിനെല്ലാം ഉക്രൈൻ വിധേയപ്പെടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുടിന്റെ പ്രതികരണം അന്തിമ സമാധാനത്തിന് അടിത്തറയിടാൻ കഴിയും ഈ ഒരു കരാറിന് എന്നാണ്. കാരണം റഷ്യ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സാധിക്കപ്പെടുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് US-ന്റെ നിലപാട് എന്താണ്? വേഗത്തിൽ അവസാനിപ്പിക്കണം, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ US ആഗ്രഹിക്കുന്നു. കാരണം അമേരിക്കയ്ക്ക് വേറെയും യുദ്ധങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഈ യുദ്ധം കരുതിയതിലപ്പുറം നീണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല ആവശ്യത്തിനുള്ള യുദ്ധ കച്ചവടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തുതീർപ്പ് വേണം. ഒത്തുതീർപ്പിനായി ഉക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക. ഈ സമാധാനത്തിന് വേണ്ടി ഉക്രൈൻ എന്ത് വിലയാണ് നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രദേശങ്ങൾ, അതായത് ഉക്രൈന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം, സൈനിക ശേഷി പകുതിയാക്കണം, നാറ്റോ അംഗത്വം ഉപേക്ഷിക്കണം, റഷ്യക്ക് മാപ്പ് നൽകണം. എന്നാൽ ഉക്രൈന് ഉണ്ടാകുന്ന നേട്ടം എന്താണ്? പരിമിതമായ സുരക്ഷാ ഉറപ്പുകൾ പൂർണ്ണമല്ല. രണ്ടാമത്തെ കാര്യം, 100 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട്, യുദ്ധം അവസാനിപ്പിക്കൽ. ഇത്രയും കാര്യങ്ങളാണ് ഉക്രൈൻ നൽകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് അമേരിക്കയുടെ ചിത്രം. ഈ ഒരു രാഷ്ട്രത്തെ ഒന്നുമല്ലാതാക്കി മാറ്റി, അവിടെയുള്ള ജനങ്ങൾക്ക് പട്ടിണി സമ്മാനിച്ചു, അവിടെ തൂത്തെറിഞ്ഞു, തകർത്തെറിഞ്ഞു, ആയുധങ്ങൾ ഇഷ്ടം പോലെ വിറ്റ് കച്ചവടം നടത്തി അമേരിക്ക തടിച്ചു കൊഴുത്തു. അവസാനം ചണ്ടിയായി ഉക്രൈൻ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇതാണ് ഈ യുദ്ധത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റിയവരോടെ കൂട്ടുചേരാൻ പാടുള്ളൂ എന്നത് ഒരു സത്യമാണ്.